ലൈംഗിക പീഡന കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ആശ്വാസം. രഞ്ജിത്ത് പീഡിപ്പിച്ചെന്ന യുവാവിന്റെ പരാതിയിൽ തുടർ നടപടികൾ കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് കേസ് തീർപ്പാവുന്നതുവരെ തുടർ നടപടി പാടില്ലെന്ന് കോടതി ഉത്തരവിട്ടത്. ബംഗളൂരു വിമാനത്താവളത്തിന് അടുത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് യുവാവ് പീഡനം നേരിട്ടുവെന്ന് പറയുന്ന വർഷം 2012 എന്നാൽ എയർപോർട്ടിനടുത്തുള്ള താജ് തുടങ്ങിയത് 2016 മാത്രമാണ്. അതിനാൽ ഈ താജ് ഹോട്ടലിന്റെ 4ാം നിലയിൽ വെച്ച് നടന്നുവെന്ന് പറയുന്ന പരാതി വിശ്വസനീയമല്ല എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പരാതിക്കാരൻ 12 വർഷത്തിന് ശേഷമാണ് പരാതി നൽകിയത്. എന്തുകൊണ്ട് പരാതി നൽകാൻ ഇത്ര വൈകി എന്നതിനും ഇവിടെ വിശദീകരണം നൽകുന്നില്ല. പരാതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യാജമെന്ന് കരുതേണ്ടി വരുമെന്നും അതിനാൽ കേസന്വേഷണത്തിന് സ്റ്റേ അനുവദിക്കുന്നുവെന്നും കർണാടക ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കോഴിക്കോട് കസബ പോലീസാണ് ഇതിൽ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും ബംഗളൂരുവിലാണ് സംഭവം നടന്നതെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് പിന്നീട് കർണാടക പോലീസിന് കൈമാറുകയായിരുന്നു. കേരള പോലീസിൽ നിന്ന് കത്ത് ലഭിച്ച കർണാടക DGPയാണ് ദേവനഹള്ളി പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. അന്നു തന്നെ ഇക്കാര്യം ഒരു പ്രമുഖ നടിയെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ പ്രതികരിച്ചില്ലെന്നും കോഴിക്കോട് കസബ സ്റ്റേഷനിൽ യുവാവ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് രഞ്ജിത്തിനെതിരെ നേരത്തെ ബംഗാളി നടി പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്തിന് പടിയിറങ്ങേണ്ടി വന്നു. ഹോട്ടൽ മുറിയിൽ വെച്ച് രഞ്ജിത്ത് പീഡിപ്പിച്ചുവെന്നാണ് പിന്നീട് ഒരു യുവാവ് പരാതി നൽകിയത്. 2012 ബാവോട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നടന്മാരെ കാണാൻ പോയപ്പോഴാണ് രഞ്ജിത്തിനെ പരിചയപ്പെട്ടത്. അന്ന് +2 വിദ്യാർത്ഥിയായിരുന്നു. ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെടുകയും അവിടെ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ചെന്നുമാണ് രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിൽ യുവാവ് വെളിപ്പെടുത്തിയത്. എന്തായാലും അതിനാണിപ്പോൾ കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നതിനൊന്നും വ്യക്തമായ കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പരാതിയിൽ തുടർ നടപടികൾ കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. കേസ് തീർപ്പാവുന്നതുവരെ തുടർ നടപടി പാടില്ല എന്ന് തന്നെ കോടതി ഉത്തരവിടുകയും ചെയ്തു. താജ് ഹോട്ടലിൽ തുടങ്ങിയത് 2016 ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വർഷങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇവിടെ വന്നിരിക്കുന്നത്. യുവാവ് പറഞ്ഞിരിക്കുന്നത് 2012 അതുകൊണ്ട് തന്നെ ഇതിലും വ്യക്തതയില്ല. മാത്രമല്ല നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ പരാതിക്കാരൻ പരാതി നൽകിയത്. ഇത് വിശ്വസനീയമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പരാതി നൽകാൻ ഇത്രയും താമസിച്ചത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതിനും വിശദീകരണമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്.